ഗായ്സ് ഇന്ന് ഈവനിങ് ടൈം വൈകിട്ട് മീൻ വാങ്ങിക്കാൻ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം പോയി ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം നടന്നിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത ഷോപ്പിൽ പോയപ്പോഴത്തേക്കും അവിടെ മത്തിയും ചൂരയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചൂരക്കുട്ടിയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിൽ വന്ന് വലിയൊരു ചക്ക വെട്ടിപ്പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടാസ്ക് ലാസ്റ്റ് കംപ്ലീറ്റ് ആയി ഗായ്സ്. എല്ലാം വെട്ടിപ്പൊളിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ചക്കയെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷം ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അടുപ്പത്താണ് മീൻകറി വെക്കുന്നത്. അങ്ങനെ ഈ ചട്ടിയിൽ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചൂടാക്കിയെടുത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ചട്ടിയിൽ കുറച്ച് തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്ക് ഈ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ആ സമയം കൊണ്ട് തിളക്കിയ സമയം കൊണ്ട് തന്നെ ഒരു മിക്സിയുടെ ജാറിനകത്ത് കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചക്കയ്ക്ക് വേണ്ടിയിട്ടാണേ. അങ്ങനെ നന്നായിട്ട് അത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ചക്കയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. അത് വേവുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ മസാലയും തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് മീൻ കഷ്ണം കൂടിയും ഇങ്ങോട്ടന്മാർ പറക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് ചക്ക വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചക്കയും ചോറും പിന്നെ സ്പെഷ്യലായിട്ട് മത്തി വറുത്തതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. രസവും ഉണ്ടായിരുന്നു. മത്തി വറുത്തതും രസവും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മീൻകറിയൊക്കെ സെറ്റായിട്ട് ചൂരക്കറി അടിപൊളിയാണ് കേട്ടോ. കാണാനും നല്ല മണവും ഉണ്ടായിരുന്നു. അതും കൂടി എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടോടെ തന്നെ ചോറ് കൂട്ടി കഴിച്ചിട്ടുണ്ട്. സൂപ്പറായിരുന്നു ഗൈസ്.